വിദ്യാദീപത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വിക്ടേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം LBS ശാസ്ത്ര സാങ്കേതിക കേന്ദ്രവും അനുബന്ധ പ്രവർത്തനങ്ങളും ആണ്. ഇന്ന് LBSനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരാൻ നമുക്ക് ഒരു അതിഥിയുണ്ട്. അദ്ദേഹം ഡോക്ടർ മുജീബാണ്, LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മാനേജിംഗ് ഡയറക്ടർ. കൂടാതെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സിൻഡിക്കേറ്റ് മെമ്പറും അധ്യാപകനും റിസർച്ച് ഗൈഡും ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, LBS എന്ന് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് മലയാളികൾക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി LBS എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പലർക്കും അറിയില്ല. അപ്പോൾ അത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണെന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അറിയുന്നതിലേക്കായി എന്താണ് LBS എന്നുള്ളതിനെ കുറിച്ച് ഒരു ആമുഖം പറഞ്ഞു തന്നെ നമുക്ക് ആരംഭിക്കാം. എന്താണ് LBS? LBS ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലുള്ള നാമധേയത്തിലുള്ള കേരളത്തിലെ ഏക സ്ഥാപനം. ഇത് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള, വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചെയർമാനായിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയാൽ നിയന്ത്രിക്കപ്പെടുന്ന, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രവർത്തിപ്പിക്കുന്ന ഒരു സെൻ്ററാണിത്. ഇത് എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻ്ററായിട്ട് 1976 മുതൽ പ്രവർത്തിക്കുകയും 86-ൽ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന നാമധേയത്തിൽ മാറ്റുകയും ചെയ്ത് ധാരാളം പ്രവർത്തന മേഖലകളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനമായാലും, വൈകല്യ പഠന കേന്ദ്രത്തിൻ്റെ കാര്യത്തിലായാലും, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, കൺസൾട്ടൻസി വർക്ക്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വളരെയധികം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് LBS. ഏകദേശം അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യം. 1965-ലാണ് അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഈ സ്ഥാപനത്തിന്റെ തറക്കല്ലിടുന്നത്. അപ്പോൾ അങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഏകദേശം ഈ പറഞ്ഞതുപോലെ അരനൂറ്റാണ്ടിന്റെ തന്നെ പ്രവർത്തന പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാം. അതെ സർ, ഇനി LBSനെ കുറിച്ച് ശരിക്കും LBS കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള പലപ്പോഴും LBSന്റെ സെന്റേഴ്സ്, അതുപോലെ LBSന്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജസിന്റെ ഒക്കെ പേരിലാണ്. പക്ഷേ ഇതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല LBSന്റെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളെ കുറിച്ച് LBSന്റെ പ്രവർത്തനങ്ങൾ ആദ്യം LBS തുടങ്ങിയത് ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ആൻഡ് റിസർച്ച് സെന്റർ. വിവിധ സ്ഥലങ്ങളിൽ, കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മണ്ണ് പരിശോധന നടത്തുക, പാലങ്ങളും റോഡുകളുടെയും പണികളുടെ ആ ഒരു എസ്റ്റിമേറ്റ് പ്ലാൻ അതൊക്കെ തയ്യാറാക്കുക, അത് എത്രത്തോളം ആഴത്തിൽ ഒരു പൈലിംഗ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആധികാരികമായ റിപ്പോർട്ട് നൽകുക എന്നുള്ളവയായിരുന്നു LBSന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ. അത് വളരെയധികം നന്നായിട്ട് ഇപ്പോഴും തുടർന്നു വരുന്നു. പക്ഷേ ഇത് കൂടാതെ വിവിധ മേഖലകളിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. LBSന് 2 എഞ്ചിനീയറിംഗ് കോളേജസാണ് ഇപ്പോൾ ഉള്ളത്. കേരള സംസ്ഥാനത്തിൽ 1993-ലാണ് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് ആദ്യമായിട്ടുണ്ടാകുന്നത്. അതിലൊന്ന് LBSൽ കാസർഗോഡ് സ്ഥാപിതമായ LBS എഞ്ചിനീയറിംഗ് കോളേജാണ്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ വനിതാ എഞ്ചിനീയറിംഗ് കോളേജ്, അതും LBS സ്വന്തമാക്കി 2001-ൽ. ഇത് രണ്ടും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇത് കൂടാതെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള യോഗ്യതാ നിർണയ പരീക്ഷ 2002 മുതൽ LBS ഏറ്റെടുത്ത് നടത്തുന്നു, വളരെ സമഗ്രമായി. കൂടാതെ വിവിധ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റുകൾ, ഹൈക്കോടതി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ പല സംരംഭങ്ങൾക്കുള്ള അസിസ്റ്റൻറ്റ് ഗ്രേഡ് എക്സാമിനേഷൻ, പിന്നെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റുകൾ, ഇവ വളരെ നന്നായിട്ട് LBS കൈകാര്യം ചെയ്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നു. കൂടാതെ എൻട്രൻസ് കമ്മീഷണർ നടത്താത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, എൻട്രൻസ് കമ്മീഷണർ നടത്തുന്നത് എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസിൻ്റെ അലോട്ട്മെൻറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ LLBയും കൂടെ ഉണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് ഡീലിംഗ് ചെയ്ത കോഴ്സുകളായ BPharm, BSc നഴ്സിംഗ്, BCVT കാർഡിയോവാസ്കുലർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഡിപ്ലോമ കോഴ്സുകൾ, ഇത് കൂടാതെ MSc MLT, MPharm, B.Ed തുടങ്ങിയ എല്ലാ കോഴ്സുകളുടെയും അലോട്ട്മെൻറ്റ് പ്രക്രിയ നൽകുന്നത് LBS.
ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളിപ്പോ ഗവൺമെന്റ് എക്സാമിനേഷൻ കൺട്രോളർ ഡയറക്റ്റ് നടത്തുന്ന പരീക്ഷകളെക്കാൾ അധികം പരീക്ഷകൾ ധാരാളം ഒരു തരത്തിൽ അങ്ങനെയും നമുക്ക് പറയാം. ധാരാളം പരീക്ഷകൾ ത്രൂ ദ ഇയർ ഞങ്ങൾക്ക് ധാരാളം പരീക്ഷകൾ, ഒന്നുകിൽ റിക്രൂട്ട്മെന്റ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട്. പിന്നെ ഈ വർഷം ഗവൺമെന്റ് ഞങ്ങൾക്ക് MCAയുടെ അലോട്ട്മെന്റ് ഞങ്ങളെ ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുക. ഇത് കൂടാതെ കേരളത്തിൽ സ്വയംഭരണ കോളേജുകൾ സ്ഥാപിതമായപ്പോൾ മഹാരാജാസ് കോളേജിന്റെ അലോട്ട്മെന്റ് പ്രക്രിയ LBS ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെ വിവിധ തലങ്ങളിലായി പല പരീക്ഷകളും അലോട്ട്മെന്റുകളും ഏറ്റെടുത്ത് LBS അങ്ങനെ മുന്നോട്ട് പോകുക. സർ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പോ ഓട്ടോണോമസ് ആയിട്ട് പല കോളേജസും വരുന്ന ഒരു സാഹചര്യത്തില് അവിടെയുള്ള കുട്ടികളെ, അവിടെ പഠിക്കേണ്ട കുട്ടികൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് ഒരു പരിധിവരെ LBS ആയിട്ട് മാറുകയാണെന്ന്? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ കോളേജുകളിലെ പ്രത്യേകിച്ചും സർക്കാർ കോളേജാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ മഹാരാജാസ് കോളേജാണ് ഓട്ടോണമസ് കോളേജായിട്ട് സർക്കാർ തലത്തിൽ വന്നിരിക്കുന്നത്. അവിടുത്തെ അഡ്മിഷൻ പ്രക്രിയ, അലോട്ട്മെന്റ് പ്രക്രിയ LBS ഏറ്റെടുക്കാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ആപ്ലിക്കേഷൻസ് എല്ലാം പ്രോസസ്സ് ചെയ്ത് കുട്ടികളെ ഓരോ കോഴ്സിലേക്കും അഡ്മിറ്റ് ചെയ്യുന്ന പ്രക്രിയ LBS ഏറ്റെടുക്കുക. സർ, ഇപ്പം ഈ പറഞ്ഞ പ്രകാരം ഇപ്പം മഹാരാജാസ് ആയാലും മറ്റൊരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പറഞ്ഞു. ഇപ്പോൾ മെഡിക്കലും ലോ ഫീൽഡും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെയിൻ എക്സാമിനേഷൻ ഒഴിച്ചു നിർത്തി ബാക്കിയെല്ലാം തന്നെ LBS ആണ് നടത്തുന്നത്. LLB ഒഴികെ. LLBയും എനിക്ക് തോന്നുന്നു എൻട്രൻസ് കമ്മീഷണർ തന്നെയാണ്. അതെ സർ, ഇപ്പം സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് LBS. മെയിൻ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെത് തീർച്ചയായിട്ടും പരീക്ഷാ കമ്മീഷണറാണ് നടത്തുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഇത്രയും അധികം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ ഉള്ളൊരു സംസ്ഥാനത്ത് LBSന് രണ്ടും വളരെ പോപ്പുലറായ 2 കോളേജസ് ആണ്. അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു റെലവൻസ് എന്ന് പലപ്പോഴും പലർക്കും തോന്നുന്നുണ്ടാവും. അതിനെക്കുറിച്ച് പറയാം. കാരണം നമ്മുടെ സംസ്ഥാനത്തിന് 165 പരം എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് ഇപ്പോഴുള്ളത്. അതിൽ 9 എഞ്ചിനീയറിംഗ് കോളേജസ് മാത്രമേ സർക്കാരിന്റെ എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ടുള്ളൂ. ഇത് കൂടാതെ 3 ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. ഈ 12 എഞ്ചിനീയറിംഗ് കോളേജ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് LBS, IHRD, കോപ്പറേറ്റീവ് അക്കാഡമി, KSRTC, സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജ്. ഇതിൽ നിന്നും പിന്നീട് ഒരു തട്ടിലേക്ക് വരുന്നതാണ് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗവൺമെന്റും ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജും കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലങ്ങളിലേക്ക് രക്ഷാകർത്താക്കളും കുട്ടികളും എത്തി നോക്കുന്നത് LBSന്റെ പോലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലാണ്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന LBS എഞ്ചിനീയറിംഗ് കോളേജ്, വനിതാ എഞ്ചിനീയറിംഗ് കോളേജ്, കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 2ാമത്തെ മികച്ച കോളേജാണ്. ഞാൻ CET കഴിഞ്ഞാൽ ഞങ്ങളുടെ വിജയശതമാനത്തിൻ്റെ കാര്യത്തിലായാലും പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രതികരണങ്ങൾ തന്നെ റിസൾട്ടിൻ്റെ വിജയശതമാനം ഒക്കെ വെച്ച് നോക്കുമ്പോൾ CET കഴിഞ്ഞാൽ 2ാമത്തെ സ്ഥാനം കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ്. സർ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്, നമുക്ക് സംസാരിക്കാം. ഹലോ സാറേ, നമസ്കാരം. ഞാൻ പെർഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച് അറിയാനാണ് ചോദിക്കുന്നത്. മകൾക്ക് വേണ്ടിയിട്ടാണ് +2 കഴിഞ്ഞിട്ട് ആ കോഴ്സിന് പോകാനായിട്ട് താല്പര്യം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. പെർഫ്യൂഷൻ ടെക്നോളജി എന്നാണ് ഈ കോഴ്സിന്റെ പേര്, BSc പെർഫ്യൂഷൻ ടെക്നോളജി. ഈ കോഴ്സ് ഗവൺമെന്റ് തലത്തിൽ മാത്രം നടത്തുന്ന കോഴ്സാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മാത്രമുള്ള ഒരു കോഴ്സാണിത്. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലാണ് ഈ കോഴ്സുകൾ വരുന്നത്. ഇതിന്റെ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ അതിന്റെ പ്രോസ്പെക്ടസ് തയ്യാറാക്കി കഴിഞ്ഞു. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് അതൊരു ഗവൺമെന്റ് ഉത്തരവാണ്. DME തയ്യാറാക്കുന്ന ആ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരമുള്ള പ്രോസ്പെക്ടസ് പത്രപരസ്യങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംവിധാനത്തിൽ വരുമ്പോൾ ഇത്ര തീയതിക്കകം ഈ പ്രോസ്പെക്ടസിനകത്തുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് ഓൺലൈനായിട്ട് LBSന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് LBSന്റെ ഫെസിലിറ്റേറ്റിംഗ് സെന്ററുകൾ, LBSൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 20ഓളം LBS സെന്ററുകളുണ്ട്. ആ സെന്ററുകളിൽ പോയാൽ നിങ്ങൾക്ക് ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിത്തരും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് ഫീസ് അടയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കണം. ഇല്ല, നിങ്ങളുടെ +2ന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ തീർച്ചയായിട്ടും എല്ലാ സംവരണ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ OBC, അതിന് നിങ്ങൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം ഹാജരാക്കണം.
ഏറ്റവും തീർച്ചയായിട്ടും ഈ പെർഫ്യൂഷൻ ടെക്നോളജിയും കാർഡിയോവാസ്കുലർ ടെക്നോളജിക്കുമാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഒരു താല്പര്യം പ്രകടമാകുന്നത്. ഇത് മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് മെഡിക്കൽ സ്ഥാപനങ്ങളിലൊക്കെ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിക്കാണ് സാധാരണ ഈ കോഴ്സുകൾ കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത്. സർ, ഇപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഭൂരിഭാഗവും കുട്ടികളാണ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ചാനൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് LBSന്റെ കോഴ്സസിനെ കുറിച്ചും അതിന് എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡം എന്ന് അറിയാൻ തീർച്ചയായിട്ടും LBSന്റെ കോഴ്സുകൾക്ക് രണ്ട് തരത്തിൽ എനിക്ക് പറയാൻ പറ്റും. ഒന്ന്, LBS തന്നെ നടത്തുന്ന കോഴ്സുകൾ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾ, DCA കോഴ്സുകൾ തുടങ്ങിയ അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ കോഴ്സുകൾ. ഇവ 3 മാസം മുതൽ 1.5 വർഷവും വരെ ദൈർഘ്യമുള്ള വിവിധതരം കോഴ്സുകൾ. ഇതൊരു കൺവെൻഷണൽ കോഴ്സുകളാണെന്ന് പറയാം. ഇത് കൂടാതെ ആധുനിക കോഴ്സുകളായ ജാവ, .NET, പുതിയ കോഴ്സുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് LBSന്റെ 20ഓളം സെന്ററുകളിലും 5 മേഖലാ കേന്ദ്രത്തിലും LBSന്റെ തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തപ്പെടുന്ന ഒരു തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ്. ഇത് കൂടാതെ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോഴ്സുകളെ കുറിച്ച് കുട്ടികൾക്കെല്ലാം അറിയാം. BTech കോഴ്സുകളുണ്ട്, MTech കോഴ്സുകളുണ്ട്. BTechൽ തന്നെ എല്ലാ ശാസ്ത്രശാഖകളിലും കാസർഗോഡ് കോളേജിൽ 7ഓളം വിഭാഗങ്ങൾ BTech ഉണ്ട്, 3 MTech കോഴ്സുണ്ട്. തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ കോളേജിൽ തന്നെ ഞങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഒഴികെ ബാക്കി എല്ലാ ശാസ്ത്രശാഖയിലുമുള്ള എഞ്ചിനീയറിംഗ് ശാഖയിലുള്ള BTech കോഴ്സുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടർ സയൻസിലും MTech ഉണ്ട്. സർ, ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്, നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹലോ സർ, എന്റെ പേര് ദിൻഷാദാണ്, മലപ്പുറത്ത് നിന്നാണ്. പറഞ്ഞോളൂ സർ. ഈ പാരാമെഡിക്കൽ കോഴ്സിന് ഏറ്റവും നല്ല കോഴ്സ് ഏതാണെന്ന് അറിയാം? സാധാരണ ഈ പാരാമെഡിക്കൽ കോഴ്സിന്റെ അലോട്ട്മെന്റ് പ്രക്രിയയാണ് LBS നടത്തുന്നത്. കാരണം ഓരോ കുട്ടിക്കും അഭിരുചിക്കനുസരിച്ച കോഴ്സുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് ബയോളജി ആഭിമുഖ്യമുള്ളവരാണ് ഈ പാരാമെഡിക്കൽ കോഴ്സിനൊക്കെ വരുന്നത്. സാധാരണ BSc നഴ്സിംഗ്, B.Pharm, BCVT, BSc ഒപ്റ്റോമെട്രി, അങ്ങനെ പെർഫ്യൂഷൻ ടെക്നോളജി, വിവിധ കോഴ്സുകളുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും കുട്ടികളുടെ താല്പര്യവും കൂടുതൽ നടത്തുന്നത് പെർഫ്യൂഷൻ ടെക്നോളജിയും കാർഡിയോവാസ്കുലർ ടെക്നോളജിയുമാണ്. പ്രധാന കാരണം ഇവയുടെ സീറ്റുകൾ വളരെ പരിമിതമാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പാസ്സായ കുട്ടികൾ വളരെ കുറച്ച് മാത്രമേ പുറത്തേക്ക് ജോലി ഇല്ലാതെ നിൽക്കുന്നുള്ളൂ. ആരും തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. കാരണം ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ഇതിന്റെ സംവിധാനമുള്ളത്. പാരാമെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾക്ക് ഡിപ്ലോമ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാറുണ്ട്. കാരണം ഇതേ കോഴ്സുകൾക്ക് തന്നെ ഡിപ്ലോമ കോഴ്സുകളുമുണ്ട്. ഓരോ കുട്ടിയുടെ അഭിരുചിയാണ് പ്രധാനം. അവരുടെ ചില കുട്ടികളുടെ താല്പര്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിനടുത്ത് നിന്ന് പഠിക്കണമെന്നുള്ള താല്പര്യമാകും. അപ്പോൾ ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ള കുട്ടി കോഴിക്കോട് പഠിക്കാൻ പ്രയാസമാണെങ്കിൽ അയാൾ തിരുവനന്തപുരത്തേക്ക്. പക്ഷേ ഏറ്റവും മികച്ച കോഴ്സ് എന്ന് പലപ്പോഴും പരക്കെ അംഗീകരിക്കപ്പെടുന്നത് ഈ കോഴ്സുകൾ തന്നെയാണ്. അവരുടെ ജോലി സാധ്യത അതെ, ഒപ്റ്റോമെട്രി കോഴ്സ്, BCVT കോഴ്സ്. കാരണം പല സീറ്റുകളും B.Pharm കോഴ്സ്, BSc നഴ്സിംഗും ഉണ്ട്. പക്ഷേ ധാരാളം സീറ്റുകൾ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊരു കൂടുതൽ സീറ്റ് ഉള്ളത് കൊണ്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ. കാർഡിയോവാസ്കുലറിനും ഇങ്ങനെ പെർഫ്യൂഷൻ ടെക്നോളജിക്കും ഒക്കെ കുറഞ്ഞ സീറ്റുള്ളൂ. തിരുവനന്തപുരത്തും കോഴിക്കോട് മാത്രമേ ഉള്ളൂ നമുക്ക് അതിലെ സീറ്റുകൾ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ മാത്രമേ അതിന് സീറ്റുള്ളൂ. അതിനിപ്പോ +2 എത്ര പെർസെന്റേജ് ഒക്കെ വേണ്ടി വരും? കാരണം നമുക്ക് +2ന്റെ സ്റ്റേറ്റ് സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം 50ഓളം കുട്ടികൾക്ക് 1200-ൽ 1200 മാർക്കുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പം എത്ര മാർക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ മാർക്ക് ആ കുട്ടിയുടെ ഏറ്റവും ആദ്യത്തെ ചോയ്സ്. അങ്ങനെ വന്നപ്പോൾ 50 കുട്ടികളുടെ ചോയ്സ് പോലും പലപ്പോഴും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരിൽ ആർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കും എന്നുള്ള ഒരു ടൈ വരും പലപ്പോഴും. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം അഡ്മിഷൻ ലഭിക്കുന്നതിന്. താങ്ക് യു സോ മച്ച് സർ. ഈ LBSന്റെ കോഴ്സസിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. LBSന്റെ കോഴ്സിൽ ഇനി ഒരു പ്രധാനപ്പെട്ട കോഴ്സ് ഞങ്ങൾ നടത്തുന്നത് വൈകല്യ പഠന കേന്ദ്രത്തിന്റെ കീഴിലാണ്.
അതായത് ഈ ഓട്ടിസ്റ്റിക് ആയിട്ട് അംഗപരിമിതരായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കാഴ്ചശക്തി കുറഞ്ഞവർ, ADHD ഉള്ളവർ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളുടെ LBSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് വൈകല്യ പഠന കേന്ദ്രം. ഇതിന്റെ കീഴിൽ ഈ കുട്ടികളെ സാങ്കേതികമായി ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം അവർക്ക് സാങ്കേതിക സഹായം കൊടുത്തുകൊണ്ട് എങ്ങനെ വിദ്യാർത്ഥികൾക്ക് റിസർച്ചിന് സാങ്കേതിക സഹായം കൊടുത്തിട്ടുണ്ട്. ഈ അംഗപരിമിതരായ കുട്ടികൾക്കല്ല, എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകർക്ക്, എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റുകൾക്ക് ധനസഹായം നൽകിക്കൊണ്ട് പുതിയ പ്രോജക്റ്റ് പ്രപ്പോസൽ ഇംപ്ലിമെന്റ് ചെയ്ത് അത് ഈ അംഗപരിമിതരായ കുട്ടികൾക്ക് ഒരു ശാക്തീകരണം നൽകുക എന്നുള്ളതാണ്. ഇത് കൂടാതെ ഈ കുട്ടികൾക്കുള്ള PSC കോച്ചിങ്, PSCക്ക് നല്ല കോച്ചിങ് കൊടുക്കുക, അവർക്ക് സ്റ്റൈബൻഡോടുകൂടി 1 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സ് വിഭാവനം ചെയ്യുന്നു. പിന്നെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, കുട്ടികൾക്ക് അതിൽ താല്പര്യമുള്ള എന്താണ് പഠിക്കാൻ പ്രയാസമായ കുട്ടികൾക്ക് വേറൊരു കരകൗശലമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് അവരെ വഴിതിരിച്ചു വിടുക, ഇങ്ങനെയുള്ള ഒരു സാങ്കേതികതയിൽ ഊന്നിക്കൊണ്ട് ഈ കുട്ടികളുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. സർ, അപ്പോൾ ബേസിക്കലി ഒരു സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ടെക്നോളജി ഫോക്കസ് ചെയ്ത് സ്കിൽ ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങൾ സ്കിൽ ഡെവലപ്മെന്റ് വിത്ത് അസിസ്റ്റീവ് ടെക്നോളജി. സർ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് കോഴ്സസ് പറഞ്ഞു, ഇപ്പോൾ DCA പോലുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കുള്ള പ്ലേസ്മെന്റിന് എങ്ങനെയാണ് LBS? സാധാരണ LBS ഇങ്ങനെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് കുട്ടികളാണ് സാധാരണ ഈ തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് വരുന്ന കുട്ടികൾ. PGDCA, DCA പോലുള്ള കോഴ്സുകൾക്ക് വരുന്ന കുട്ടികൾ. ഈ കുട്ടികൾക്ക് പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ LBS സെന്റർ തന്നെ ഇൻഹൗസ് ട്രെയിനിങ് എന്ന ലേബലിൽ 1 വർഷം അവർക്ക് ഒരു ട്രെയിനിങ് നൽകാനുണ്ട്. സാധാരണയായി താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും, ഏകദേശം എല്ലാ കുട്ടികൾക്കും അവർക്ക് ഞങ്ങളൊരു പ്രത്യേക സ്റ്റൈബൻഡ്, ഒരു 4500 രൂപയിൽ കുറയാത്ത അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കും. ഈ ട്രെയിനിങ്ങിനിടയ്ക്ക് വെച്ച് തന്നെ പല കുട്ടികളും ഡേറ്റ എൻട്രി കഴിഞ്ഞാൽ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും അവർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പല കോളേജുകളിലും ഒരുമിച്ച് സംഘടിപ്പിച്ചുകൊണ്ട്, സെന്ററുകൾ ഒരുമിച്ച് സംഘടിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ പ്ലേസ്മെന്റ് സാധാരണ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് 1.5 വർഷത്തെ PGDCA കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് പ്ലേസ്മെന്റ് ആകുന്നുണ്ടെന്ന്. ഇപ്പോൾ പക്ഷേ പണ്ടത്തെ പോലെ PGDCAയിലേക്ക് വലിയ അട്രാക്ഷൻ കുട്ടികൾക്ക് വരുന്നില്ല. കാരണം IT, BTech IT, BTech കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന പുതിയ കോഴ്സുകൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് തന്നെ ധാരാളം അവസരങ്ങൾ കുട്ടികൾക്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 160-ൽ പരം 65ഓളം എഞ്ചിനീയറിംഗ് കോളേജസ് ഉള്ളപ്പോൾ അത്രയും സീറ്റുകൾ വേക്കന്റ്. സർ, മറ്റൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്, നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹലോ, വിദ്യാദീപത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ പറഞ്ഞോളൂ. ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് BCA കോഴ്സിനെ കുറിച്ചിട്ട് അറിയാൻ എത്രത്തോളം സാധ്യതയുണ്ട്, അതിന് ഓക്കെ. +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ കുട്ടിക്ക് 2 തരത്തിൽ DCA കോഴ്സ് ചെയ്യാവുന്നതാണ്. ഒന്ന് 6 മാസം ദൈർഘ്യമുള്ള DCA കോഴ്സ്, 1 വർഷം ദൈർഘ്യമുള്ള DCA കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് 6 മാസത്തെ ദൈർഘ്യമുള്ള DCA കോഴ്സ് ചെയ്താൽ മതിയാകും. ബാച്ചലർ, ഓക്കെ, നിങ്ങൾ ചോദിക്കുന്ന ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കോഴ്സാണ് അല്ലേ? ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് 3 വർഷ ദൈർഘ്യമുള്ള കോഴ്സാണ്. അത് LBS നടത്തുന്നില്ല, LBS എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നടത്തുന്നില്ല. അത് സാധാരണയായിട്ട് അപ്ലൈഡ് സയൻസസ് കോളേജസ് ആണ് ഈ BCA കോഴ്സുകൾ നടത്തുന്നത്. BCA കോളേജുകളാണ്. +2 കഴിഞ്ഞാൽ BCക്ക് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ കിട്ടാം. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലാണ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് BCക്ക് പോകാം, BTech കമ്പ്യൂട്ടർ സയൻസിന് പോകാം, BSc കമ്പ്യൂട്ടർ സയൻസിന് പോകാം, BTech ITക്ക് പോകാം. ഇതൊക്കെ കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സുകളാണ്. തീർച്ചയായിട്ടും. കാരണം BCA എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു BTech കമ്പ്യൂട്ടർ സയൻസോ BTech ITയോ കുട്ടിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും MCA വേണം. അപ്പോൾ നിങ്ങൾക്ക് 5 വർഷത്തെ കോഴ്സാണ് അവിടെ ഉള്ളത്. അത്രയും ദൈർഘ്യമായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ BTech കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ തീർച്ചയായിട്ടും ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ, അത് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് ഐസറിലാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലാണ് ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ നടക്കുന്നത്.
അതിന്റെ അലോട്ട്മെന്റ് പ്രക്രിയ എന്ന് പറയുന്നത് JEEയുടെയും KVPY പരീക്ഷകളാണ്. ഇതുകൂടാതെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഒരു വിഷയത്തിൽ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സ് നടത്തുന്നുണ്ട്. അത് കമ്പ്യൂട്ടർ അധിഷ്ഠിതമല്ല, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് MSc കോഴ്സും ഉണ്ട്. കേരളത്തിൽ കുറവാണ്. അത് +2 കഴിഞ്ഞാൽ 5 വർഷത്തെ ഒറ്റ കോഴ്സാണ് അത്, ഇന്റഗ്രേറ്റഡ് MSc. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. നമ്മൾ LBSനെ കുറിച്ച് കുറെ കോഴ്സസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷെ ബേസിക് ആയിട്ട് LBS എന്താണെന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ ആരംഭിച്ചത് തന്നെ. ഇതിന്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചൊന്ന്. LBSന്റെ ഓർഗനൈസേഷൻ 2 തരത്തിലാണ്. ഒന്ന് LBS ഫംഗ്ഷൻ ചെയ്യുന്ന ഞാൻ ഡയറക്ടറായിട്ടുള്ള ആ ഒരു ചട്ടക്കൂട്, അതിന്റെ താഴെ ഡെപ്യൂട്ടി ഡയറക്ടർമാർ, വിവിധ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ കീഴിൽ ധാരാളം ഉദ്യോഗസ്ഥർ. അതിനെ തന്നെ ഞങ്ങൾ വിവിധ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ കമ്പ്യൂട്ടർ കൺസൾട്ടൻസി, ആ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഈ സെറ്റ് പരീക്ഷ, റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ ഇതിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. അടുത്ത് വേറൊരു ഡെപ്യൂട്ടി ഡയറക്ടർ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലങ്ങളുടെയും മറ്റ് മണ്ണ് പരിശോധന, എസ്റ്റിമേറ്റ്, ആ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം. മറ്റൊരു ഡെപ്യൂട്ടി ഡയറക്ടർ അക്കാദമിക് വിഭാഗങ്ങൾ, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ കോഴ്സുകൾ മേൽനോട്ടം വഹിക്കുക, അലോട്ട്മെന്റ് പ്രക്രിയ, നേരത്തെ ചോദിച്ചതുപോലെ BSc, B.Pharm, അലോട്ട്മെന്റ് പ്രക്രിയ. പിന്നെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിലാണ് പൂജപ്പുരയുടെ വൈകല്യ പഠന കേന്ദ്രം. ഇത് കൂടാതെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽമാരും LBS ഡയറക്ടർ കീഴിലാണ്. പിന്നെ മേഖലാ കേന്ദ്രങ്ങളുണ്ട്. ഞങ്ങൾക്ക് 5 മേഖലാ കേന്ദ്രങ്ങൾ കോഴിക്കോട്, തൃശൂർ, കളമശ്ശേരി, കണ്ണൂർ, അങ്ങനെ 5 സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾക്കുണ്ട്. ഇതിലെയും അസിസ്റ്റന്റ് ഡയറക്ടർമാരുണ്ട്. പിന്നെ LBSന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, വിദ്യാർത്ഥികളിലേക്ക് സ്വാഗതം. ആരാണ്? റിസ്വാന സാറിനോട് ചോദിച്ചോളൂ. സർ, ഈ B.Pharmഉം FarmDയും LBSൽ തന്നെയല്ലേ വരിക? അതെ, B.Pharmഉം FarmDയും LBS തന്നെയാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. FarmD കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് പോലെ ദീർഘകാല ദൈർഘ്യമുള്ള കോഴ്സാണ്. B.Pharm കോഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളതല്ല. FarmD ഒരു ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറയും ആ കോഴ്സിന്. ഗവൺമെന്റ് കോളേജസിന്, കാരണം നമുക്ക് പ്രൈവറ്റ് കോളേജസിലാണുള്ളത് സാധാരണ. തിരുവനന്തപുരം നമ്മുടെ FarmD കോഴ്സുകൾ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം പ്രൈവറ്റ് കോളേജുകളിലാണ് കൂടുതൽ സീറ്റ് ഉള്ളത്. നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ടസ് ലഭിക്കുമ്പോൾ FarmD കോഴ്സാണ് വേണ്ടതെങ്കിൽ ആദ്യം FarmDയുടെ അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ കൊടുക്കുക. അത് നിങ്ങൾക്ക് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആദ്യം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പക്ഷേ സീറ്റുകൾ വളരെ പരിമിതമാണ്. FarmD ഇപ്പൊ ധാരാളം താല്പര്യമുള്ള കുട്ടികൾ ഉണ്ട് B.Pharmനേക്കാൾ. താങ്ക് യു സോ മച്ച് സർ. നമ്മൾ LBSന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് അതിന്റെ ചെയർമാൻ. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു അംഗമാണ്. പിന്നെ അതിൽ തന്നെ വിവിധ മേഖലകളിലുള്ള വിദഗ്ധർ ഉൾപ്പെടുന്നു. പ്രൊഫസർമാർ, അല്ലെങ്കിൽ കെൽട്രോൺ പോലുള്ള സംവിധാനത്തിലെ ഡയറക്ടർമാർ, അതടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിലെ കൺവീനറാണ് LBS ഡയറക്ടർ. ഇതിന്റെ ഒരു അപ്പർ ബോഡിയാണ് ഗവേണിംഗ് ബോഡി. ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രി, കേരള സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഗവേണിംഗ് ബോഡി ചെയർമാൻ. ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമായതിനാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ഈ 2 പേരുടെ കീഴിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ, മറ്റ് വിദഗ്ധർ അടങ്ങുന്ന ഒരു സമിതിയാണ് ഇത് വരുന്നത്. ഇപ്പൊ ഈ 2ന്റെയും നിയന്ത്രണത്തിലാണ് LBS പ്രവർത്തിക്കുന്നത്. സർ, ഇപ്പം LBSനെ കുറിച്ച്, അതിന്റെ ഒരു ഓർഗനൈസേഷനെ കുറിച്ചും സ്ട്രക്ചറിനെ കുറിച്ചും ചോദിച്ചാൽ മറ്റൊരു പ്രസക്തി കൂടിയുണ്ട്. കാരണം ഇപ്പൊ PSC പോലെ തന്നെ പലപ്പോഴും റിക്രൂട്ട്മെന്റിന് വേണ്ടിയുള്ള ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട് LBS. അപ്പൊ അതിന്റെ ഒരു ക്രെഡിബിലിറ്റി, സുതാര്യതയെ കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടേക്കാം. അതിനെ കുറിച്ച് എന്താണ്? കാരണം അത് എനിക്കൊരു കുറച്ചുകൂടെ അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലും LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇപ്പോൾ ഹൈക്കോർട്ടിന്റെ അസിസ്റ്റന്റ് പരീക്ഷ 37,000 കാൻഡിഡേറ്റ്സിന്റെ പരീക്ഷയ്ക്ക് ഞങ്ങൾ കാര്യങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു. അതുപോലെ പല റിക്രൂട്ട്മെന്റ്, KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട്
വിഷ്വൽ ആർട്സ് അതിൻ്റെ പരീക്ഷ ഞങ്ങളാണ് നടത്തുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റികളുടെ അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമിനേഷൻ. കാരണം ഞങ്ങളുടെ പരീക്ഷയുടെ വിവിധം എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ വിദഗ്ധരെ കൊണ്ട് തയ്യാറാക്കുന്നു. പരീക്ഷ നടക്കുന്ന അതേ ദിവസം അന്ന് വൈകുന്നേരം പരീക്ഷയുടെ കീ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നു. 5 വർക്കിംഗ് ഡേയ്സ് ഈ കീയിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നൽകുന്നു. അതിനുശേഷം വീണ്ടും എക്സാക്റ്റ് കീ പബ്ലിഷ് ചെയ്യുന്നു. നിശ്ചിത സമയത്തിനുള്ള OMR പ്രക്രിയയിലൂടെ ഇത് മൂല്യനിർണ്ണയം നടത്തി റാങ്ക് ലിസ്റ്റ് വളരെയധികം സുതാര്യവും രഹസ്യമായിട്ട് ആ ഏജൻസിയെ ഏൽപ്പിക്കുന്നു. പിന്നെ ഞങ്ങളുടെ തന്നെ റിക്രൂട്ട്മെന്റ് ഞങ്ങൾ തന്നെയാണ് നടത്തുന്നത്. വളരെ അടുത്ത കാലത്ത് ഞങ്ങളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ റിക്രൂട്ട്മെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വേണ്ടിയുള്ള ഞങ്ങൾ നടത്തി. അതിൽ തന്നെ റിട്ടൺ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്ക് സഹിതമാണ് ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ക്രെഡിബിലിറ്റി തീർച്ചയായിട്ടും അതൊരു ആ ക്രെഡിബിലിറ്റി എൻഷർ ചെയ്യുന്ന ഒരു മാർഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. സർ, മറ്റൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്, നമുക്ക് സംസാരിക്കാം. ഹലോ, വിദ്യാദീപത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഇന്ദു. ഓക്കെ, ഇന്ദു എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കൊല്ലം ജില്ല കുന്നിക്കോട് വിളിക്കുന്നു. ഓക്കെ, ഇന്ദു സാറിനോട് ചോദിച്ചോളൂ. ഓക്കെ സാർ, ഞാൻ ഫാം ഡി കുറിച്ച് അറിയാനാണ് വിളിച്ചത്. ഓക്കെ, പറഞ്ഞോളൂ. ഫാം ഡി കോഴ്സ് ഒരു ഇന്റഗ്രേറ്റഡ് 5-year കോഴ്സാണ്, അറിയാമല്ലോ. അപ്പൊ ഫാം ഡി കോഴ്സിൽ ദീർഘകാലം പഠിക്കുന്ന ഫാർമസി കോഴ്സാണ്. അത് 2-3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഡോക്ടർ ഓഫ് ഫാർമസി എന്നാണ് ആ കോഴ്സിന്റെ പേര്. ബി ഫാം, എം ഫാം 2 കോഴ്സുകൾ 2 തരത്തിൽ ചെയ്യാതെ അവ ഒരുമിച്ച് ഒറ്റയടിക്ക് +2 ശേഷം ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഫാം ഡി കോഴ്സ്. നമുക്ക് +2 എത്ര മാർക്ക് വേണം ഇത് അഡ്മിഷൻ കിട്ടാൻ? ഏറ്റവും കൂടുതൽ മാർക്ക് വേണം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. കാരണം നമുക്ക് 50% മാർക്ക് മിനിമം വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾ പോലും BSc നഴ്സിംഗ്, ബി ഫാം, ഡി ഫാം കോഴ്സുകൾക്ക് അപേക്ഷകരായിട്ട് വരാറുണ്ട് സാധാരണ. അപ്പോൾ റിസർവേഷൻ കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ റിസർവേഷൻ പ്രക്രിയയിലൂടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവരുടെ റാങ്ക് അല്പം കുറഞ്ഞാലും ആ കുട്ടികളുടെ കാറ്റഗറിയിലേക്ക് അവർക്ക് ഉയർന്നു വന്നേക്കാം ചിലപ്പോൾ. ഇങ്ങനെ കേരളത്തിന്റെ അകത്ത് പഠിക്കുന്നതിനേക്കാളും വെളിയിലോട്ട് പഠിക്കുന്നതിന് സ്റ്റാൻഡേർഡ് കൂടുതലെന്നൊക്കെ പറഞ്ഞു. ഒരിക്കലുമല്ല, ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല. കാരണം കേരളത്തിനകത്ത് പഠിക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതും സുരക്ഷിതവും ഏറ്റവും നല്ല രീതിയിലുള്ള പഠന പ്രക്രിയയും. അതാണ് എന്റെ അഭിപ്രായം. നമുക്ക് ജോബ് വേക്കൻസി ഇതിന് നല്ലതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ചാണല്ലോ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രക്രിയ. ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ജോലി തീർച്ചയായിട്ടും ഉറപ്പാണ്. അപ്പോൾ ആ കോഴ്സിന്റെ സെലക്ഷനും നമ്മുടെ അഭിരുചിക്കും അനുസരിച്ചാണെങ്കിൽ ജോലി തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഓക്കെ സർ, താങ്ക് യു. സർ, ഇപ്പോ ഇന്ദു ചോദിച്ചത് എംപ്ലോയ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജോലി കിട്ടും, ഇത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഒരു 12th പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും ചിന്തിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഭൂരിഭാഗം രക്ഷകർത്താക്കളും അതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് എപ്പോഴും. കാരണം ഞങ്ങളിപ്പോ മനസ്സിലാക്കിയിടത്തോളം സ്കൂൾ തലത്തിൽ വെച്ച് തന്നെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു നിർണയ രീതി, ഈ കുട്ടിക്ക് ഏതാണ് ഏറ്റവും താല്പര്യം, ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിനോടുകൂടി ആ കുട്ടികൾ ഏറ്റവും അഭിരുചിയുള്ള ഒരു വിഷയം കുട്ടി തിരഞ്ഞെടുക്കണം. അദ്ദേഹത്തിന് ശാസ്ത്ര വിഷയങ്ങളിലാണ് ആഭിമുഖ്യമെങ്കിൽ അയാൾ +2 സയൻസ് അല്ലെങ്കിൽ മാത്സ്, ബയോളജി പഠിച്ചോട്ടെ. അല്ലെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിൽ ആ ഹിസ്റ്ററിക്ക് തന്നെ കുട്ടികളെ വിടുക. അല്ല കലയിലാണെങ്കിൽ ആ രീതിയിൽ താല്പര്യം വളർത്തിയെടുക്കാനുള്ള ശ്രമം സ്കൂൾ തലത്തിൽ തന്നെ എപ്പോഴും ഉണ്ടാകണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ആ അഭിരുചിക്ക് അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ട് നീതി പുലർത്താൻ പറ്റും. സർ, ഒരു അധ്യാപകനും കൂടി ആയതുകൊണ്ട് ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. പലപ്പോഴും നമ്മുടെ ഒരു സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച്, പലപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലേക്ക് ആയിരിക്കില്ല പഠിത്തത്തിൽ അവർ എത്തിച്ചേരുന്നത്. പലപ്പോഴും കമ്പൾഷൻ കൊണ്ട് എഞ്ചിനീയറിംഗിനോ മെഡിസിനോ ഒക്കെ പോകേണ്ട ഒരു സാഹചര്യം, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ്. അപ്പോ ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫസർ കൂടിയാണ്, റിസർച്ച് ഗൈഡാണ്. ഇത്തരം ശരിക്കും ഇതൊരു ട്രാപ്പാണ്, നമ്മൾ അറിയാതെ നമ്മുടെ കുട്ടികളെ കൊണ്ടിടുന്ന ഒരു ട്രാപ്പ്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത്തരം കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം? എനിക്ക് അതിൽ പറയുന്നത്, കാരണം +2 വരുമ്പോൾ തന്നെ കുട്ടികൾക്കൊരു ദിശാബോധം ഉണ്ടാകും. എപ്പോഴും രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളും അടങ്ങുന്ന ഒരു ചർച്ചയ്ക്ക് വിധേയമായി ആ കുട്ടി ഏതെങ്കിലും തരത്തിൽ ഏറ്റവും നല്ല കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏറ്റവും മിടുക്കരായ കുട്ടികൾ മെഡിസിനിലോ എഞ്ചിനീയറിംഗിലോ മാത്രമല്ല പോകുന്നത്. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സിലേക്ക് ഏറ്റവും
പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങളിൽ ആഭിമുഖ്യത്തിൽ ധാരാളം കുട്ടികൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പുതിയ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വിഭാവന ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടിക്ക് ഒരു ഫ്ലെക്സിബിൾ ടൈം അവർ കൊടുക്കുക. അതായത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിക്ക് ഒരു ഫ്ലെക്സിബിൾ ടൈം എന്ന് പറഞ്ഞാൽ 8 സെമസ്റ്റർ മുതൽ 12 സെമസ്റ്റർ വരെ എടുത്തുകൊണ്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം, ജോലിക്ക് പോയി 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ടൈം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ അഭിരുചി ഇല്ലെങ്കിൽ നിർത്തിപ്പോകാം. ആ ഒരു ഘട്ടത്തിൽ അവർക്ക് വേറെ തിരിഞ്ഞ് പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. ഇത് തീർച്ചയായിട്ടും ഒരു മാറ്റം അങ്ങനെ ഉണ്ടാകും. അല്ലാതെ കമ്പൽഷനോടുകൂടി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഒരു വിജയത്തിലെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. സാർ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമായിരിക്കുകയാണ്. പോയിട്ട് തിരിച്ചു വരാം. ഒരു ഇടവേള. വിദ്യാദീപത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ മുജീബാണ്. അദ്ദേഹം LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറാണ്. സാറിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. സാർ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരാം. ഹലോ ഹലോ, വിദ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആരാണ്? ഓക്കെ, റഫീഖ് എവിടെ നിന്ന് വിളിക്കുന്നു? കാസർഗോഡ്. റഫീഖ് സാറിനോട് ചോദിക്കാം. ഓക്കെ സാറേ, പറഞ്ഞോളൂ. ഈ LBS കമ്പ്യൂട്ടർ കോഴ്സ് നടത്തുന്നുണ്ടല്ലോ, അതിന് സർട്ടിഫിക്കറ്റ് വാല്യൂ അങ്ങനെ? തീർച്ചയായിട്ടും LBSന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, LBS കേരള ഗവൺമെന്റിന്റെ അണ്ടർടേക്കിംഗ് ആണ്. LBSന്റെ സർട്ടിഫിക്കറ്റ് PSC കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ജെനുവിൻ സർട്ടിഫിക്കറ്റിന് പ്രത്യേകിച്ച് യാതൊരു സംശയവുമില്ല. റഫീഖിന്റെ ചോദ്യം ഒട്ടും ഒരു അസ്ഥാനത്താണെന്നാണ് എന്റെ വിശ്വാസം. ഏതെല്ലാം കോഴ്സിന് നടത്തുന്നുണ്ട്? ഡിപ്ലോമ അങ്ങനത്തെ? അല്ല, ഞങ്ങൾ നടത്തുന്നത് LBS സെന്റർ നടത്തുന്ന കോഴ്സുകൾ 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സ്, 1.5 വർഷം ദൈർഘ്യമുള്ള കോഴ്സ്, 3 മാസമുള്ള കോഴ്സ്, 6 മാസത്തെ കോഴ്സുകളാണ്. അതായത് DCA, ഡേറ്റ എൻട്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പിന്നെ കൊമേഴ്സിനുള്ള അതിനുള്ള അഭിരുചിയുള്ള കുട്ടികൾക്കുള്ള കോഴ്സ്, പിന്നെ ജാവ, .NET അങ്ങനെയുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്നത്. ഇത് കൂടാതെ LBS ഹ്രസ്വകാല കോഴ്സുകൾ നടത്തുന്നുണ്ട്. C++നുള്ള കോഴ്സുകൾ കഴിഞ്ഞ ഞങ്ങൾക്ക് വെക്കേഷൻ ക്ലാസ് ആയിട്ട് 1 മാസത്തേക്ക് നടത്തി. പിന്നെ സമ്മർ വർക്ക്ഷോപ്പ് നടത്തുന്നത്. ഇതെല്ലാം LBSന്റെ ഡയറക്ടർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത്. വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ റഫീഖ്, താങ്ക് യു സോ മച്ച്. സർ, ഇപ്പൊ നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും കോഴ്സിന്റെ വാലിഡിറ്റി ഇല്ല എന്നുള്ളത് കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കാം കാൻഡിഡേറ്റ്സ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഉണ്ടായ ഒരു സംശയമായിരിക്കാം ഇതെന്ന് വിചാരിക്കാം നമുക്ക്. സർ, LBSന്റെ റിസർച്ച് സെന്റർ വളരെ അഭിമാനകരമായിട്ട് തന്നെ പറയാവുന്ന ഒരുപാട് PhD ഹോൾഡേഴ്സിനെ സൃഷ്ടിച്ചതാണ്. അപ്പൊ റിസർച്ച് സെന്ററിനെ കുറിച്ചൊന്ന്. LBS കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള റിസർച്ച് സെന്ററാണ്. കാരണം LBSന്റെ റിസർച്ച് എന്ന് പറയുന്നത് വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലാണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർമാർ റിസർച്ച് ഗൈഡ് ആകാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞാൽ അവർക്ക് ഫെസിലിറ്റി സർട്ടിഫിക്കറ്റ് പല എഞ്ചിനീയറിംഗ് കോളേജസിലും ഇല്ല. പ്രത്യേകിച്ചും പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസുകളിലൊന്നും അവിടെ പല പഴയ റിട്ടയർഡ് ഗവൺമെന്റ് പ്രൊഫസർമാർ വർക്ക് ചെയ്യും. പക്ഷെ ആ എഞ്ചിനീയറിംഗ് കോളേജൊന്നും അതൊരു റിസർച്ച് സെന്ററായിട്ട് മാറിയിട്ടുണ്ടാകില്ല.
ഈ പ്രൊഫസർമാരും പലരും എഞ്ചിനീയറിംഗ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ഫെസിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി LBSനെ സമീപിക്കാറുണ്ട്. ഞങ്ങളത് ഒരു ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അവർക്ക് LBSന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും, LBSന്റെ റിസർച്ചിന് എത്രമാത്രം സ്വാധീനിക്കുന്നു, എത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കുന്നു, LBS എഞ്ചിനീയറിംഗ് കോളേജിൽ എത്രമാത്രം അവർ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് അവർക്ക് ഗൈഡ്ഷിപ്പിനുള്ള റെക്കമെൻഡേഷൻ ഫെസിലിറ്റി സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കും. അങ്ങനെ അവർ LBS റിസർച്ച് സെന്ററിലെ ഗൈഡായിട്ട് മാറുന്നു. ഇപ്പോൾ UGCയുടെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ നിയമം അനുസരിച്ച് ഒരു റിസർച്ച് ഗൈഡിന് 8 വിദ്യാർത്ഥികളെ അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ധാരാളം റിസർച്ച് ഗൈഡുണ്ട്, ഒരു 10-15 റിസർച്ച് ഗൈഡുകളുണ്ട്. അവർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിലാണ്. ആ അധ്യാപകരുടെ കീഴിൽ ധാരാളം ഗവേഷണത്തിനുള്ള കുട്ടികളും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് LBS ആണ് ഇവരുടെ റിസർച്ച് സെന്റർ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. സർ, ഇപ്പോ LBS റിസർച്ച് ഫെസിലിറ്റേറ്ററും മാത്രമല്ല, അതിലുപരി കൺസൾട്ടൻസി, നേരത്തെ സർ സൂചിപ്പിച്ചു പോയതുപോലെ ഒരുപാട് ശാഖകളായിട്ട് കിടക്കുന്ന കൺസൾട്ടൻസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ്? അവിടെ തന്നെ വളരെ എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ച് തീർച്ചയായിട്ടും കൺസൾട്ടൻസി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ മണ്ണ് പരിശോധന, സോയിൽ ടെസ്റ്റിംഗ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ഞങ്ങൾക്ക് പല പ്രോജക്റ്റുകളും ഒരു 200 പാലത്തിന്റെ പ്രോജക്റ്റ് ഒറ്റ പ്രാവശ്യമായിട്ട് ഗവൺമെന്റ് ഏൽപ്പിച്ചു. ഇത് കൂടാതെ ഈ ഗ്രാമീണ റോഡുകളുടെ ഗുണമേന്മ, ഒരു ഗ്രാമത്തിലെ റോഡിന്റെ പണി കഴിഞ്ഞാൽ ആ റോഡ് കൃത്യമായിട്ടുള്ള ഗുണനിലവാരത്തിലാണോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് നബാർഡ് ആ റോഡ് പണിക്ക് പൈസ നൽകണമെങ്കിൽ, കാശ് കൊടുക്കണമെങ്കിൽ LBSന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. പിന്നെ കിണർ കുഴിക്കുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്ത് കിണർ, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഹാർബർ എഞ്ചിനീയറിംഗ്, മറ്റ് PWDയുടെ വർക്കുകൾ, പല വർക്കുകൾ നടത്തുമ്പോൾ LBS കൺസൾട്ടൻസി വിഭാഗം അതിൽ വളരെ പങ്കാളിയാകും. ഈ അടുത്ത കാലത്തുള്ള നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തീർത്ഥകുളം നവീകരണത്തിന്റെ ഭാഗമായിട്ട് പോലും അവിടുത്തെ കെട്ടിടങ്ങളുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള മണ്ണ് പരിശോധനയിൽ LBS ഭാഗമായിരുന്നു. അങ്ങനെ വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളായാലും ഗവൺമെന്റ് ഇതര ഡിപ്പാർട്ട്മെന്റുകളായാലും ഞങ്ങൾക്ക് ധാരാളം കൺസൾട്ടൻസി വർക്ക്, എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു. അതിൽ മെക്കാനിക്കലായിട്ടോ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചോ ഡിഗ് ചെയ്തിട്ട് ഇത് ഫൗണ്ടേഷൻ എത്ര വേണം, എത്ര ആഴത്തിൽ വേണം, ഏത് തരത്തിലുള്ള ഫൗണ്ടേഷനാ വേണം എന്നുള്ളതിന് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. പിന്നെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഇത്ര രൂപയാണ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ആണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ആവശ്യമായത് എന്നുള്ളതാണ്. ഇത് കൂടാതെ LBS സ്വയം ഏറ്റെടുക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ പ്രോജക്ട്. CAPTന്റെ സെന്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ടെക്നോളജിയുടെ വട്ടിയൂർക്കാവിലുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം LBS സ്വയം ഏറ്റെടുത്തിരിക്കുക. LBS ഏറ്റെടുത്ത ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. പിന്നെ ഇത് കൂടാതെ LBS എഞ്ചിനീയറിംഗ് കോളേജുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രധാനമായിട്ടും മേൽനോട്ടം വഹിക്കുന്നത് LBS തന്നെയാണ്. സർ, മറ്റൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ, വിദ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? മീനു ആണ്, കോഴിക്കോട് നിന്ന്. ഓക്കെ, മീനു സാറിനോട് ചോദിച്ചോളൂ. സാർ, ഞാനിപ്പോ +2 കഴിഞ്ഞു. പറഞ്ഞോളൂ. അപ്പൊ LBSൽ ചെയ്യാൻ പറ്റിയ കോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാം. LBS +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് താല്പര്യമാണെങ്കിൽ LBSൽ എഞ്ചിനീയറിംഗിന് ക്വാളിഫൈഡ് ആണെങ്കിൽ LBS നീനു പെൺകുട്ടി ആയതുകൊണ്ട് പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാം. അതൊരു ടെക്കി ഫണ്ടഡ് പ്രോജക്റ്റ് ഉള്ള അല്ലെങ്കിൽ ധാരാളം സാധ്യതകളുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇനി എൻട്രൻസ് എഴുതിയില്ല, എൻട്രൻസിന് മാർക്ക് കുറഞ്ഞ കുട്ടിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ബയോളജി പഠിച്ച കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് BPharm അതുപോലുള്ള ഡീലിങ്ക്ഡ് കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. അതിന് മാർക്ക് കുറവാണ് എന്ന് സ്വയം ഒന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സിന് അപേക്ഷിക്കാം. അതല്ല, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് 6 മാസം കമ്പ്യൂട്ടർ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു DCA കോഴ്സ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് പഠിക്കാം. അല്ല, എനിക്ക് 1.5 വർഷം കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാം. LBSന്റെ എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ നോക്കാം. ഏത് കോഴ്സാണ് നീനുവിന് താല്പര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എത്ര ദൈർഘ്യമുള്ള കോഴ്സുകളാണ് എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ നീനു, താങ്ക് യു സോ മച്ച്. സർ, നമ്മൾ മുൻപ് സംസാരിച്ചു വന്നത് ഇപ്പോ കൺസൾട്ടൻസി ആയിട്ട് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പോ സോയിൽ ടെസ്റ്റിംഗിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ തന്നെയും ഇപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പറയുന്നത്. ഇതല്ലാതെ പ്രൈവറ്റ് പാർട്ടീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സർവീസ് LBS
നൽകുന്നുണ്ടോ? അതിന്റെ സാധ്യത? പ്രൈവറ്റ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് LBS അങ്ങനെ സാധാരണ ചെയ്യാറില്ല എന്നുള്ളത്. കാരണം ഗവൺമെന്റ് സ്ഥാപനം എന്ന നിലയ്ക്ക് ഗവൺമെന്റുമായിട്ടുള്ള കരാറ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ആ ഒരു പ്രക്രിയ നിലനിർത്തിക്കൊണ്ട് പോകുന്ന സ്ഥാപനങ്ങൾക്ക്, പക്ഷേ കോർപ്പറേഷന് വേണ്ടി ചെയ്യാറുണ്ട്. LBS കോർപ്പറേഷന് വേണ്ടി ചെയ്യാറുണ്ട്, ബോർഡുകൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതുപോലുള്ള ബോർഡുകൾക്ക് വേണ്ടി പരീക്ഷകൾ നടത്താറുണ്ട്, കൺസൾട്ടൻസി വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ടെൻഡർ ഡോക്യുമെന്റ് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പ്രൈവറ്റിലേക്ക് പോകാത്തത്ര ഭാരിച്ച ചുമതലകൾ ഗവൺമെന്റ് മേഖലകളിൽ നിന്ന് തന്നെ വരുന്നതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ആ രീതിയിൽ ചിന്തിച്ചിട്ടുമില്ല. സർ, ഇപ്പോൾ LBSന്റെ പ്രവർത്തനം പല മേഖലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഇപ്പൊ അക്കാഡമിക് ആണെങ്കിൽ അങ്ങനെ, ഇപ്പൊ ടെക്നോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് സർവീസസ് ആണെങ്കിൽ അങ്ങനെ നൽകുന്നുണ്ട്, മാനേജ്മെന്റ് ലെവലിലുള്ള കൺസൾട്ടൻസി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരുപക്ഷെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ സർ അനലൈസ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഇപ്പൊ റൺ ചെയ്തു പോകുന്നത് ഏത് ഏരിയ ആയിരിക്കും? ഞാൻ അതിന് ഈ പറഞ്ഞതുപോലെ എനിക്കൊരു വ്യക്തമായ ഒരു രീതിയിലുള്ള ഉത്തരം ഞാൻ നൽകാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതിൽ തന്നെ റിക്രൂട്ട്മെന്റ് ടെസ്റ്റുകളായാലും കൺസൾട്ടൻസി ആയാലും വളരെ ശക്തമായ രീതിയിൽ ഞാൻ ഈ പ്രത്യേകിച്ചും ഈ എല്ലാ മേഖലകളും ഒരുപോലെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ചെറുതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഇൻഫോർമൽ കോഴ്സുകൾക്ക് ചിലപ്പോൾ കുട്ടികൾ കുറവാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ PGDC DCA പോലുള്ള കോഴ്സുകൾക്ക് പണ്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ് LBSന്റെ ആ കുട്ടികളുടെ ഒരു എണ്ണത്തിന്റെ കൂടുതലുള്ളതുപോലെ ഇപ്പോൾ പലപ്പോഴും ഇല്ല. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ വിവിധ മേഖലകളിലേക്ക് ഈ അധ്യാപകരെ ഉപയോഗിക്കുന്നുണ്ട്. വിവിധ ഇൻസ്ട്രക്ടർമാർ, വിവിധ സെന്ററുകളിലെ ഇൻസ്ട്രക്ടർമാരെല്ലാം തന്നെയാണ് ഇപ്പോൾ അലോട്ട്മെന്റ് പ്രോസസ്സും മറ്റു കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. കാരണം എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സർ, മറ്റൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, വിദ്യാദീപത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഭാസി. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. എന്റെ മോളിപ്പോഴത്തേക്ക് പിന്നെ +2 കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. 95.83% മാർക്കുണ്ട്. അപ്പോ പിന്നെ ഈ BPTക്കോ റേഡിയോളജിക്കോ LBSന്റെ കീഴിലുണ്ടോ? അത് ഗവൺമെന്റിന്റെ ഇതിലാണോ കിട്ടുന്നത്? കാരണം നിങ്ങൾ ഈ BPT ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി ഈ റേഡിയോളജി കോഴ്സുകൾ ഗവൺമെന്റ് കോളേജിന്റെ കീഴിലാണ്. ഞങ്ങൾ ഇതൊരു ഫെസിലിറ്റേറ്ററാണ്. LBS എന്ന് പറയുന്നത് ഈ കോഴ്സുകൾക്ക് കുട്ടികൾ അഡ്മിഷൻ വാങ്ങി കൊടുക്കുന്നത് പോലുള്ള ഒരു പ്രക്രിയ ഞങ്ങൾ ചെയ്യുന്നത്. ഇത് LBSന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഈ കോഴ്സുകൾ നടത്തുന്നില്ല. പക്ഷേ ഈ കോഴ്സുകളുടെ അലോട്ട്മെന്റ് പ്രക്രിയ LBS ആണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഈ ഒരു 7ഓളം BSc കോഴ്സുകളിൽ 2 നിങ്ങൾ ഈ പറഞ്ഞ BSc റേഡിയോളജി കോഴ്സും BPT കോഴ്സും. അപ്പോൾ നിങ്ങൾ 95% മാർക്ക് വാങ്ങിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഉയർന്ന റാങ്കിലാണ് സാധാരണ എത്തിപ്പെടുക. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കോളേജിൽ BPT BSc റേഡിയോളജി കോഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അർഹത കാണുന്നുണ്ട്. ഓക്കെ സർ, ഗവൺമെന്റ് ഫീസ് കൊടുത്താൽ മതിയല്ലോ? തീർച്ചയായിട്ടും ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ ഗവൺമെന്റ് ഫീസ് തന്നെ കൊടുത്താൽ മതി. പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ എപ്പോഴും ഗവൺമെന്റ് ചോയ്സ് കൊടുക്കുക. എപ്പോഴും, അതായത് നിങ്ങൾ BPT കോഴ്സുള്ള ഗവൺമെന്റ് കോളേജ് എല്ലാം ആദ്യം എഴുതണം. BPT ഗവൺമെന്റ് കോളേജ്, BPT ഗവൺമെന്റ് കോളേജ്. അത് കഴിഞ്ഞിട്ട് BSc റേഡിയോളജിയുടെ കോഴ്സുകൾ വീണ്ടും ഗവൺമെന്റിലേക്ക് ഇടണം. എല്ലാ ചോയ്സും കഴിഞ്ഞിട്ട് മാത്രമേ പ്രൈവറ്റ് കോളേജുകളുടെ ചോയ്സ് അവിടെ എഴുതാൻ പാടുള്ളൂ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. സർ, ഇപ്പൊ നമ്മൾ സെൽഫ് ഫിനാൻസിനെ കുറിച്ച് സംസാരിച്ചു വന്നപ്പോഴാണ് ഇപ്പൊ LBSന്റെ കീഴിലുള്ള കാസർഗോഡ് കോളേജ് സെൽഫ് ഫിനാൻസ് മോഡിൽ പോകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊരു ചോദ്യം. ഇപ്പൊ കാരണം കേരള ഗവൺമെന്റിന്റെ കീഴിലാണ്. അപ്പോ നമ്മൾ എൻട്രൻസ് എഴുതി ഹൈ റാങ്ക് വരുന്ന കുട്ടികളെല്ലാം CET അതുപോലെ ഗവൺമെന്റ് കോളേജസ് കഴിഞ്ഞ് സർ പറഞ്ഞതുപോലെ പിന്നീട് പ്രിഫർ ചെയ്യുന്നത് LBS ആണ്. പക്ഷെ അവിടേക്ക് എത്തുമ്പോൾ അത് സെൽഫ് ഫിനാൻസിങ് മോഡാണ്. അതിനെ കുറിച്ച് പക്ഷേ ഇതിൽ ഞാനൊരു എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായമുള്ളത്, ഗവൺമെന്റ് കോളേജ് കഴിഞ്ഞാൽ എയ്ഡഡ് കോളേജ് കഴിഞ്ഞാൽ LBS എന്നുള്ള അഭിപ്രായത്തിലുപരി ചിലപ്പോൾ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞാൽ അടുത്തൊരു ഗവൺമെന്റ്
എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് തൊട്ട് ദൂരേക്ക് പോകുന്നതിന് പകരം ചിലപ്പോൾ LBSന്റെ പൂജപ്പുര കോളേജിൽ പ്രിഫർ ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലെവലിലേക്ക്, ഒരു മൂന്നാമത്തെ ലെവലിലേക്ക് എന്ന് ഞങ്ങൾ LBSനെ കുറിച്ച് പറയുന്നില്ല. പലപ്പോഴും ചിലപ്പോൾ രണ്ടാമത്തെ തന്നെ ആയിരിക്കും LBS. നേരത്തെ സൂചിപ്പിച്ച സെൽഫ് ഫൈനാൻസിങ്, സ്വാശ്രയ കോളേജുകളുടെ കാര്യം സർക്കാരിന്റെ ഒരു നയപരമായ തീരുമാനമാണ്. കാരണം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ മുതൽ മുടക്ക് വളരെ ധാരാളമായിട്ട് വന്നപ്പോൾ കുട്ടികളുടെ ഫീസിൽ നിന്ന് തന്നെ പൈസ ചെലവഴിച്ചുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുകയും അധ്യാപകരുടെ ശമ്പളം കൊടുത്തുകൊണ്ടും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു സമീപനമായിരുന്നു അന്നത്തെ പോളിസി ഡിസിഷൻ. പക്ഷെ ഇത് കൂടാതെ LBS പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് പദ്ധതി വിഹിതം അനുവദിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ 3 കോടി രൂപ ഞങ്ങൾക്ക് ഗവൺമെന്റ് അനുവദിച്ചു. അപ്പോൾ സെൽഫ് ഫൈനാൻസിംഗ് എന്ന് പറഞ്ഞാലും സർക്കാരിന്റെ സഹായം ഞങ്ങൾക്ക് പരോക്ഷമായിട്ടെങ്കിലും കിട്ടുന്നുണ്ട്. അധ്യാപകരുടെയോ മറ്റോ ശമ്പളം നൽകുന്നതിനല്ല, പക്ഷെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിന് 1.5 കോടി രൂപ ഗവൺമെന്റ് ഈ വർഷം നൽകി. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ കാസർഗോഡ് എഞ്ചിനീയറിംഗ് കോളേജിന് 1.5 കോടി രൂപ നൽകി. ഇത് കൂടാതെ ഞങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഫീസിനകത്തുള്ള കാശും ഇതിലേക്ക് ചെലവഴിച്ചുകൊണ്ട് വളരെ മുന്നോട്ട് പോവുക എന്നുള്ള ആശയമാണ് ഗവൺമെന്റിന്റെ. മുന്നോട്ട് വയ്ക്കും. അതെ അതെ. സർ, മറ്റൊരു